അപ്പോൾ നല്ല അടിപൊളി ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിക്ക്, ചോറിന്, ദോശയ്ക്ക് എല്ലാത്തിനും കഴിക്കാം. കുറച്ച് ദിവസം ഇരുന്നോളുകയും ചെയ്യും. ഉണ്ടാക്കിയെടുത്ത് വെച്ചിരുന്നാൽ കുറച്ച് ദിവസം ഇരുന്നോളും. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, 2 ടൊമാറ്റോ, 2 3 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെളുത്തുള്ളി വേണ്ട, ടൊമാറ്റോയും ഇതും ഒന്ന് കഷ്ണമാക്കി എടുക്കാം. ഇതേപോലെ നമ്മളിത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലെ കുറച്ച് വറ്റൽമുളക്, ഇതൊന്ന് കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമുക്ക് ഇടാം. പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ ഈ മുറിച്ചെടുത്ത മുളക് അതിനകത്തോട്ട് ഇടാം. മുളക് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോൾ അതിനി സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഉള്ളി ഇടാം. ഉള്ളി, വെളുത്തുള്ളി, സവാള എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ഞാൻ ഈ മുളക് ഇനി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് ഓവറായിട്ട് അങ്ങ് മണം വരികയും കരിഞ്ഞു വരികയൊക്കെ ചെയ്യും. ഇത് നന്നായിട്ട് വഴറ്റാം. അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ട് വഴറ്റാം. ഇത്തിരി ഉപ്പും കൂടി ചേർക്കാം. തക്കാളിയുടെ തോല് മാറ്റണമെന്നൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിലും മാറ്റിയില്ലെങ്കിലും ഒന്നുമില്ല. നമ്മളിത് അരച്ചെടുക്കാനുള്ളതല്ലോ, മാറ്റിയില്ലെങ്കിലും ഒന്നുമില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി ചേർക്കാറുണ്ട് കേട്ടോ, അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇച്ചിരി മതി. തക്കാളിക്ക് നല്ല പുളിയുണ്ട്, ഒരുപാട് പുളി വേണ്ടാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, തക്കാളിയുടെ ഈ തോലൊക്കെ ഇങ്ങ് ഇട്ട് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ അതങ്ങ് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടി, ഒത്തിരി വേണ്ട കേട്ടോ, കുറച്ച് കായപ്പൊടി, കായ ഇച്ചിരി ഇട്ടോളൂ, നല്ലതായിരിക്കും. ഒത്തിരി അങ്ങ് വേണ്ട, ഇത്രയും കായപ്പൊടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക, ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്ര വഴുത്ത തക്കാളി ആയിരുന്നില്ല അതുകൊണ്ട് കളറില്ലാത്ത, അല്ലെങ്കിൽ നല്ല കളറായി. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. തീ ഓഫ് ചെയ്യുക. അതിനി തണുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിത് ഫൈനായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കടുകിട്ട് പൊട്ടിക്കാം. വേഗം അതങ്ങ് കരിഞ്ഞു പോകുന്നു പെട്ടെന്ന്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് എടുക്കും കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ച ഈ ചട്നി ഇതിനകത്തോട്ട് തക്കാളി ഇതുണ്ടല്ലോ അതിനകത്തോട്ട് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പോൾ ചാറ് ഇങ്ങനെ മതി, ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കേണ്ടത്. നമുക്ക് കടുക് വറുക്കുന്ന കൂട്ടത്തിൽ മല്ലിയിലയോ കറിവേപ്പിലയോ കൂടി ഇടാം. ഞാനൊന്നും ഇട്ടിട്ടില്ല, എന്നേ ഉള്ളൂ, ഇലകളൊന്നും ഇട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.